എത്രയും വിളിച്ചുകൊണ്ടാണ് ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഓർത്ത് തോന്നിയ ഒരാൾ ഇങ്ങനെ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങനെ ശരിക്കും സ്നേഹം ഉണ്ടായിട്ട് തന്നെയല്ലേ അത് ഞാൻ ആദ്യമേ കണ്ടിട്ട് തന്നെ ഞാനെങ്കിൽ ഇവരോടത് പറയാറുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ വിളിച്ചിട്ടായാലും ഇങ്ങനെ പറയുന്നത് കാണാറുണ്ടോ അവരെല്ലാവരും അന്വേഷണം പറയണം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വരുമെന്ന്. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞില്ല. കാരണം നമുക്ക് പോയിട്ട് പറയാം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എനിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ ഫാൻസ് ആണല്ലോ. ധാരാളം പേർ എന്നെ വിളിക്കാറും കാണാറുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരെ എന്നെ തേടി മാത്യൂസ് ഹോമിൽ വരാറുമുണ്ട്. അതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മൂവാറ്റുപുഴയിലെ അനിതയും ചേച്ചിയും കൂടി എന്നെ കാണാൻ മാത്യൂസ് ഹോമിൽ വന്നു. ഇത് ഏകദേശം ഒരു 6 മാസം മുമ്പാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് ഞാൻ എവിടെയോ പോയിരുന്നതിനാൽ കാണാൻ സാധിച്ചില്ല. എന്നിട്ട് പിന്നെ അനിത എന്നെ ഫോൺ വിളിച്ചിട്ട് വിവരമൊക്കെ പറഞ്ഞു. കാണാൻ പറ്റാഞ്ഞതിൽ വിഷമമുണ്ടെന്നും എപ്പോഴെങ്കിലും മൂവാറ്റുപുഴ വഴി പോകുമ്പോൾ വീട്ടിൽ ചെല്ലണമെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ വരാമെന്നും പറഞ്ഞു. അതിനുശേഷം അനിത എന്നെ പല തവണ വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പറയുമ്പോഴെപ്പോഴും പറയും മൂവാറ്റുപുഴ വഴി വരുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരണേ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 4 ദിവസം മുമ്പ് വീണ്ടും എനിക്കൊരു മെസ്സേജ് വന്നു. എന്തുണ്ട് വിശേഷം, മൂവാറ്റുപുഴയ്ക്കെങ്ങാനും ഇറങ്ങുന്നുണ്ടോ, എങ്കിൽ വീട്ടിൽ വരാൻ മറക്കരുത് എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് ഞാൻ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. എൻ്റെ ബർത്ത്ഡേ ഘോഷിക്കാൻ വേണ്ടിയാണ് തൃശ്ശൂർക്ക് പോകാനിരുന്നത്. എന്നാൽ അനിതയുടെ വീട്ടിൽ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, ഏതാണെങ്കിലും അനിതയുടെ വീട്ടിൽ പോകാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അനിതയുടെ ആ സ്നേഹം കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഇതൊക്കെ ചുമ്മാ കാണിക്കാൻ വേണ്ടി പറയുന്ന സ്നേഹമോ ഒന്നുമല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വന്ന ആ സ്നേഹമാണ്. അതുപോലെ തന്നെ എൻ്റെ പൊന്നെ, അനിത എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നെന്നോ. പത്തിരി, നൂലപ്പം, ചിക്കൻ കറി, വട്ടയപ്പം, ഏത്തയ്ക്ക പുഴുങ്ങിയത്, പഴം, എനിക്കറിയില്ല. പത്തിരിയും ചിക്കൻ കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്നും പറയണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ചോദിക്കാഞ്ഞത്. ഇതെല്ലാം കണ്ടിട്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നുള്ളതാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതിനാൽ ഓടിപ്പോയി ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി അനിതയുടെ വീട്ടിൽ ഇന്ന് പോകാൻ സാധിച്ചതിൽ. അതുപോലെ അനിതയ്ക്കും ചേച്ചിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാം ഒരുപാട് റിഗാർഡ്സ് പറയുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനിത, താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ.